നമ്മൾ എവിടം വരെയായിരുന്നു പഠിച്ചതെന്ന് പറഞ്ഞേ ലാസ്റ്റ് യൂസസ് ഓഫ് മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ അല്ലേ. ഓക്കെ, അടുത്ത ഹെഡിങ് എഴുതിക്കോ, അയോൺസ് എന്ന് എഴുതിക്കോ. പെട്ടെന്ന് എഴുതണേ. അയോൺസ്. അയോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിനെ നമുക്കറിയാം, നമ്മൾ അയോണിക് ഫോർമുല എല്ലാത്തിന്റെയും പഠിച്ചിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിനെ വാങ്ങുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജും ഇലക്ട്രോണിനെ കൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും വരും. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ശരിയല്ലേ? ആറ്റത്തിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ചാർജ് വരും, അത് അയോൺ ആയിട്ട് മാറി. ഇനി ആറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? അത് ഒരു ആറ്റം ഒരു ഇലക്ട്രോൺ കളഞ്ഞു കഴിഞ്ഞാൽ അവന് പോസിറ്റീവ് ചാർജ് ആയി, ഇലക്ട്രോണിനെ വാങ്ങി കഴിഞ്ഞാൽ അവന് നെഗറ്റീവ് ചാർജ് ആയി എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, an ion is an electrically charged atom, electrically charged atom എന്ന് നമുക്ക് വേണേ പറയാം. അടുത്ത ഒരു ഡോട്ട് ഇട്ടിട്ട് an ion is formed by the loss or gain of electrons by an atom. So it contains unequal number of electrons and protons. അയോൺസ് രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഇലക്ട്രോണിനെ മേടിച്ചാലും ഇലക്ട്രോണിനെ കൊടുത്താലും അയോൺസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, അയോൺസ് രണ്ട് ടൈപ്പ് ഉണ്ട്. അയോൺസ് രണ്ട് ടൈപ്പ് ഉണ്ട്. അത് രണ്ടായിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അതായത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ വേണേൽ ടേബിൾ ആക്കി ചെയ്യാം. അയോൺസ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്ന് കാറ്റയോൺ ആണ്, ഒന്ന് ആനയോൺ ആണ്. കാറ്റയോൺ ആനയോൺ. അപ്പൊ കാറ്റയോൺ എന്ന് പറയുന്നത് നോക്കിയോ, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെയാണ് നമ്മൾ കാറ്റയോൺ എന്ന് പറയുന്നത്. അയോൺ ഈസ് നോൺ ആസ് കാറ്റയോൺ. അതേപോലെ ഇപ്പുറത്ത് ഒരു ഡോട്ട് എഴുതേണ്ടത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ഈസ് നോൺ ആസ് ആനയോൺ. രണ്ടാമത്തേത് കാറ്റയോൺ ഈസ് ഫോംഡ് by the loss of one or more electrons by an atom. ആനയോൺ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ആനയോൺ ഈസ് ഫോംഡ് by the gain of one or more electrons by an atom. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം രണ്ടിനും. അതായത് എണ്ണയുടെ കൂടെ Na+ന്റെ കൂടെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതെന്തായിട്ട് മാറും? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, അതായത് പോസിറ്റീവ് അല്ലേ, അതായത് ഇങ്ങനെ എഴുതാം, Na gives Na plus 1 electron. അതായത് Na+ എന്ന് പറഞ്ഞാൽ കാറ്റയോൺ ആണ് അല്ലേ? ഈ കാറ്റയോണിനകത്ത് ഒരേ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത് ന്യൂട്രൽ ആറ്റമാണ്. അതേപോലെ തന്നെ എന്താണ് ആനയോൺ എങ്ങനെ ഫോം ചെയ്യുന്നത്? ക്ലോറിനകത്ത് Cl-നകത്ത് ഒരു ഇലക്ട്രോണിനെ ആഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ Cl1-, ഇത് ന്യൂട്രൽ ആറ്റമാണ്. ഇതെന്താണ്? ഇത് ആനയോൺ ആണ്. ഓക്കെ ആണല്ലോ. ഓർത്തിരിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, Ca നമുക്ക് പ്ലസ് എന്ന് എഴുതാം, ION കണ്ടോ? അപ്പൊ ഇത് പ്ലസ് എന്ന് ഓർക്കുക, കാറ്റയോൺ പ്ലസ് ആണെന്ന് ഓർക്കുക. ആനയോണിന് An ഇച്ചിരി വലുതായിട്ട് എഴുതുക, ANION കണ്ടോ? N നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു, ആനയോൺ നെഗറ്റീവ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകത്തില്ല എന്നുള്ളതാണ്. ഓൾറെഡി നേരത്തെ പഠിപ്പിച്ചാന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഹെഡിങ് എഴുതുക, അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ട്. എന്താണ് അയോണിക് ബോണ്ട്? ഒന്നുമില്ല, അയോണുകൾ ഇലക്ട്രോണിനെ കൊടുത്തും മേടിച്ചും ഉണ്ടാക്കുന്ന ബോണ്ടുകളെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു എഴുതിയിട്ട് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. കെമിക്കൽ ബോണ്ട് formed by the transfer of electrons from one atom to another is known as an ionic bond. അതായത് കെമിക്കൽ ബോണ്ട് ഫോംഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ. ഒരു ആറ്റത്തിൽ നിന്ന് മറ്റേ ആറ്റത്തിലോട്ട് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തുണ്ടാക്കുന്ന ബോണ്ടുകളെയാണ് അയണിക് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു മെറ്റൽ നോൺ മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ബോണ്ട് അയണിക് ബോണ്ട്. വെൻ മെറ്റൽ റിയാക്ട് വിത്ത് നോൺ മെറ്റൽ they form ionic compound. അടുത്ത ഡോട്ടില് സ്ട്രോങ് അയണിക് ബോണ്ടിന്റെ ഇടയ്ക്ക് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. കാരണം ഒരു പോസിറ്റീവ് അയോണിന്റെ നെഗറ്റീവ് അയോണിന്റെ ഇടയ്ക്കാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുന്നത്, ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്താണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോൾ ഒരാൾ ഇലക്ട്രോണെ ലോസ് ചെയ്യും, ഒരാൾ ഒരു ഇലക്ട്രോണെ ഗെയിൻ ചെയ്യും. ലോസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോണായി, ഗെയിൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് അയോണായി. അപ്പോൾ പോസിറ്റീവ് അയോണിന്റെ നെഗറ്റീവ് അയോണിന്റെ ഈ ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ട് ഉണ്ടാകുന്നത്. അത് വളരെ സ്ട്രോങ് ആയിരിക്കും. നമുക്കറിയാലോ പോസിറ്റീവ് നെഗറ്റീവും ഭയങ്കര അട്രാക്ഷൻ ആണ്. ഓക്കെ, but the strong force of attraction developed between the oppositely charged ion is known as ionic bond. അതേപോലെ തന്നെ നമുക്ക് അത് ഒരു എക്സാമ്പിൾ എഴുതാം. ഇപ്പം അയണിക് ബോണ്ടുകൾ ഉണ്ടാകുന്നത് ആ സ്പീഷീസുകൾ തമ്മിൽ വളരെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, നമുക്ക് ഒരു 2-3 എക്സാമ്പിൾ പരീക്ഷയ്ക്ക് വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിനകത്ത് നമുക്ക് നോക്കിയോ, നമുക്കറിയാം സോഡിയം എണ്ണയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. അപ്പം അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ തന്നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. അടുത്തത് ക്ലോറിൻ എന്ന് പറയുമ്പോഴത്തേക്കും 17 ആണ്. അപ്പോൾ 287 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ Clന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 2 3 4 5 6 7 ആണ്. ഓക്കെ ആണല്ലോ. ഇത് രണ്ടും പ്ലസ് ചെയ്യുകയാണ്. പ്ലസ് ചെയ്യുന്ന പറയുമ്പോൾ അത് രണ്ടും റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്ന അറിയാമോ, അതായത് നമ്മുടെ സോഡിയത്തിന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ, കാരണം സോഡിയത്തിന് സ്റ്റേബിൾ ആവാൻ ഒരെണ്ണം കൊടുക്കണം, ക്ലോറിന് സ്റ്റേബിൾ ആവാൻ ഒരെണ്ണം മേടിക്കണം. അപ്പം കൊടുക്കാൻ കഴിവുള്ളവൻ മേടിക്കാൻ കഴിവുള്ളവൻ അങ്ങ് കൊടുത്താൽ പോരെ ഒരെണ്ണം. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് അങ്ങ് കൊടുക്കും, സപ്ലൈ ചെയ്യും. അപ്പം ട്രാൻസ്ഫർ ചെയ്തു, കണ്ടോ, ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇതിനെ നമ്മൾ എന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, പ്ലസ് ഉണ്ടാവും. Clന്റെ ഇപ്പൊ എത്രയായി, Cl 1 2 3 4 5 6 7 ഇപ്പുറത്ത് കിട്ടി. അപ്പൊ നോക്കിയേ, അപ്പൊ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ വെളിയിൽ ഒരു മൈനസ് കൂടുക. കാരണം എന്താ, അവനൊരു എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടിയപ്പോൾ അവനൊരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. ഇതാണ് അവിടുത്തെ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. അടുത്തത് എഴുതിയ ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ്. ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം MgCl2 ആണ്.
ഇത് എങ്ങനെ ഫോം ചെയ്യുന്നു നോക്കിയോ. മഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോൺസ് ഉണ്ട് കണ്ടോ, 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഒരു കാര്യം ആലോചിക്കേണ്ടത്, മഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പം ഒരു ക്ലോറിൻ 1 ഇലക്ട്രോണിനെ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോൺ, ഇപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നില്ല, നമുക്ക് ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ചെയ്യാം. മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആയതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 2. ക്ലോറിൻ ഇതായതുകൊണ്ട് 2 8 1 7 2 8 7. അപ്പൊ നമുക്കറിയാം ഇവിടെ 2 ഇലക്ട്രോണിനെ കൊടുത്താലേ മഗ്നീഷ്യം സ്റ്റേബിൾ ആകത്തുള്ളൂ, ഇവിടെ 1 ഇലക്ട്രോൺ മേടിച്ചാലേ സ്റ്റേബിൾ ആകത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ, ഇവിടെ 2 ക്ലോറിൻ ആറ്റം വരും. 2 ക്ലോറിൻ ആറ്റം വന്നാൽ മാത്രമേ, ഇപ്പൊ ഒരു ക്ലോറിൻ ആറ്റം തന്നെ ഇവിടെ കണ്ടോ 2 8 7, 2 ക്ലോറിൻ ആറ്റം വരുമ്പോൾ 1 ഇലക്ട്രോണെ ഇങ്ങോട്ടും 1 ഇലക്ട്രോണെ ഇങ്ങോട്ടേക്കും കൊടുക്കും. അപ്പൊ അത് വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വരയ്ക്കുന്നത്. നോക്കിക്കോളൂ, Mg വരയ്ക്കുന്നു, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ പ്ലസ് 2 ക്ലോറിൻ വരയ്ക്കും, അതായത് ഒരു ക്ലോറിൻ 1 2 3 4 5 6 7, അടുത്ത ക്ലോറിൻ 1 2 3 4 5 6 7. എന്നിട്ട് കാണിക്കേണ്ടത് ഇങ്ങനെയാണ്, ഒരു ഇലക്ട്രോൺ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നു, ഒരു ഇലക്ട്രോൺ വേണ്ട ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, അപ്പം 2 ക്ലോറിനും കൂടെ നമുക്ക് ഒറ്റയായിട്ട് അങ്ങ് വരച്ചാൽ മതി. അതായത് ഇവിടെ എന്ത് വരും, ഇവിടെ Mgയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ 2 ഇലക്ട്രോണും പോയി, Mg2+ ആയി, ശരിയല്ലേ? ആണ്. അപ്പൊ ക്ലോറിൻ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ 2 ക്ലോറിൻ ഉള്ളതുകൊണ്ട് നമുക്ക് Cl എന്ന് എഴുതി. എന്നിട്ട് ഓൾറെഡി 1 2 3 4 5 6, അപ്പുറത്തുനിന്ന് ഒരെണ്ണം കൂടെ കിട്ടിയപ്പം ഇപ്പൊ ഇതൊരു ക്ലോറിനെ ആയിട്ടുള്ളൂ, ഇവിടെ ഒരു 2 എണ്ണം കൂടി ഇടാം. അങ്ങനെയാണ് MgCl2 എന്ന് വരിക. ഓക്കെ ആണല്ലോ? എന്നിട്ട് മൈനസും കൂടി ഇട്ടേക്കണേ, മൈനസും കൂടി ഇട്ടേക്കണം. കണ്ടോ, ഇവിടെ ഒരു മൈനസ് കൂടി ഇട്ടാൽ മതി. അതായത് കാരണം ഒരു ഇലക്ട്രോണിനെ കിട്ടുമ്പോൾ ഒരു മൈനസ്, 2 എണ്ണത്തിന് 2 മൈനസ്. 2 മൈനസ് എന്ന് എഴുതാ, ഓൾറെഡി ഇവിടെ 2 ഇട്ടിരിക്കുന്നുണ്ട്, ഓൾറെഡി ക്ലിയർ ആണ്. മനസ്സിലാകാത്തവർ ചോദിക്കാം. അതേപോലെ ഇന്ന് ഈ ചാപ്റ്റർ തീരത്തില്ലേ, നോക്കി എന്ന് എക്സ്ട്രാക്ഷൻ ഒക്കെ ഒത്തിരി ഉണ്ട്, തീരത്തില്ല, നമുക്ക് തീരുന്നതും വരെ നോക്കാം. മനസ്സിലാകാത്തവരെ എന്നോട് ചോദിക്കണം, ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. ചിലർക്ക് ഡൗട്ട് ഉണ്ടാകും, ഇവിടെ 2+ എങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി 2 ഇലക്ട്രോണിനെ കൊടുത്തെങ്കിൽ അവിടെ 2+ കാണിച്ചിരിക്കണം. ഓക്കെ, പക്ഷെ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ഇതൊന്നും എഴുതത്തില്ല, MgCl2 എന്ന് മാത്രമേ എഴുതത്തുള്ളൂ, അയോൺസ് ഒന്നും എഴുതില്ല. സോഡിയത്തിന്റെ എഴുതുമ്പോൾ നമ്മൾ Na+ ബോണ്ടഡ് വിത്ത് Cl- ഇങ്ങനെയാണോ എഴുതുന്നത്? അല്ല, NaCl ഇങ്ങനെ എഴുതുന്നത്. പക്ഷേ അയോൺ അവിടെ ഉണ്ട്, പ്ലസും മൈനസും അവിടെ ഉണ്ട്, അത് നമ്മൾ എഴുതുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അത് എപ്പോഴും ഓർത്തു വെക്കുക. അതേപോലെ തന്നെ അടുത്തത് ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ അതിനകത്ത് മഗ്നീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഇലക്ട്രോൺസും മഗ്നീഷ്യത്തിന്റെ ഉണ്ട്, പ്ലസ് ഓക്സിജൻ നമുക്കറിയാം, ഓക്സിജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്, 1 2 3 4 5 6. അപ്പൊ എന്ത് സംഭവിക്കും, ഒരു ഇലക്ട്രോണെ ഇങ്ങോട്ടും ഒരു ഇലക്ട്രോണെ ഇങ്ങോട്ടും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്നത് എങ്ങനെയാ, ഇവിടെ Mg2+ ആവും, ഓക്സിജൻ എന്താ, ഓക്സിജൻ 1 2 3 4 5 6 7 8. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, ഇവിടെ 2- കണ്ടോ, കാരണം ഇവിടെ 2 ഇടണം, കാരണം ഒരു ഓക്സിജനേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ആ ചാർജ് എവിടെ തന്നെ ഇടണം, ഇവിടെ തന്നെ 2- ഇടണം. അപ്പൊ മുകളിൽ എന്തുകൊണ്ടാ ക്ലോറിന് 2- ഇടാതെ 1- എന്താ, അവിടെ 2 ക്ലോറിൻ മോളിക്കൂൾ ഉള്ളതാണ് 2 എന്നിട്ട്, എന്നിട്ട് മൈനസ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ശ്രദ്ധിച്ചോണേ, അതൊക്കെ ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. അതേപോലെ തന്നെ ഫോർമേഷൻ ഓഫ് അലൂമിനിയം ക്ലോറൈഡ് ഉണ്ട്. ഫോർമേഷൻ ഓഫ് അലൂമിനിയം ക്ലോറൈഡ്, അലൂമിനിയം ക്ലോറൈഡ്. അലൂമിനിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അലൂമിനിയം എന്ന് പറഞ്ഞാൽ എത്രയാ, അലൂമിനിയം എന്ന് പറയുമ്പോൾ 283 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ 287 ആണ്. നമുക്കറിയാം ഇവിടെ ഒരു അലൂമിനിയം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. ഒരു അലൂമിനിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ക്ലോറിനേ ഉള്ളൂ. ഒരു ക്ലോറിൻ ഒരെണ്ണേ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എത്ര ക്ലോറിൻ വരണം, 3 ക്ലോറിൻ വരണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവിടുന്ന് 1 2 3 മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എഴുതുമ്പോഴും നമ്മുടെ അയണിക് ഫോർമേഷൻ നടത്തുമ്പോഴും അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അപ്പം AL ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ട്, AL ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 2 3 എണ്ണം ഉണ്ട് അല്ലേ, പ്ലസ്
ക്ലോറിൻ 3 ക്ലോറിൻ ആണ്. ഒരു ക്ലോറിൻ ഇവിടെ വരയ്ക്കുകയാണ് 1 2 3 4 5 6 7. അടുത്ത ക്ലോറിൻ ഇവിടെ വരയ്ക്കുന്നു 1 2 3 4 5 6 7. അടുത്ത ക്ലോറിൻ ഇവിടെ വരയ്ക്കുന്നു 1 2 3 4 5 6 7. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോൺ വേണ്ടി ഇവിടെ വരുന്നു, ഈ ഇലക്ട്രോൺ വേണ്ടി ഇവിടെ വരുന്നു, അതേപോലെ തന്നെ ഈ ഇലക്ട്രോൺ വേണ്ടി ഇവിടെ വരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്നത് എന്താ? Al 3 ഇലക്ട്രോൺ വിട്ടുകൊടുത്തപ്പോൾ Al3+, 3 ക്ലോറിന. അപ്പൊ എന്താ? നമുക്ക് Cl എന്ന് എഴുതിയിട്ട് ആ കിട്ടിയ 1 2 3 4 5 6 7 8. അപ്പം അവിടെ 3 എണ്ണം ഉണ്ട്. അപ്പൊ 3 ക്ലോറിൻ ഉള്ളതുകൊണ്ട് താഴെയാണ് 3 ഇടേണ്ടത്, മൈനസ് നമ്മൾ ഇവിടെ ഇട്ടു. ഇതാണ് AlCl3യുടെ ഫോർമേഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എഴുതിയോ? ശ്രേയ എഴുതിയോ? ശ്രേയ, അക്ഷിത, അൽക്ക, എലിജ, എഴുതി. ഡീൻ എഴുതി സർ. എഴുതി സർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത് എഴുതാൻ പോകുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അയണിക് കോമ്പൗണ്ട് ആൻഡ് കോവാലന്റ് കോമ്പൗണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അയോണിക് കോമ്പൗണ്ട് അയോണിക് കോമ്പൗണ്ട് ആൻഡ് കോവാലന്റ് കോമ്പൗണ്ട്. അയോണിക് കോമ്പൗണ്ടും കോവാലന്റ് കോമ്പൗണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇപ്പുറത്ത് അയോണിക് കോമ്പൗണ്ട് എന്ന് എഴുതുന്നു, ഇപ്പുറത്ത് കോവാലന്റ് കോമ്പൗണ്ട് എന്ന് എഴുതുന്നു. ഓക്കെ. അതിൽ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് അയോണിക് കോമ്പൗണ്ട് ആർ യൂഷ്വലി ക്രിസ്റ്റലൈൻ സോളിഡ്. രണ്ടാമത്തേത് കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ യൂഷ്വലി liquid or gases. Only some of them are solid. രണ്ടാമത്തേത് ionic compounds have melting points and boiling points. Have high melting point and boiling point. High melting point and boiling point കൂടുതലാണ്. High melting point and boiling point. That is ionic compounds are non-volatile. അതേപോലെ തന്നെ ഇവിടത്തേത് രണ്ടാമത്തെ ഏതെന്ന് പറയുമ്പോൾ അതായത് അയണിക് കോമ്പൗണ്ട് ഹൈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആണ്. അത് നോൺ വോളറ്റൈൽ ആണ്, അത് ആവിയായി പോകത്തില്ല. ഇപ്പൊ ഉപ്പ്, നമ്മുടെ വീട്ടിൽ കറി ഉപ്പ് NaCl ഉരുകണമെങ്കിൽ, ചുട്ടുപഴുത്ത് ഉരുകണമെന്നുണ്ടെങ്കിൽ ഹൈ മെൽറ്റിംഗ്, അത് മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. രണ്ട് എന്താ
അതായത് നിങ്ങൾ നോർമൽ വാട്ടർ തിളയ്ക്കാൻ എടുക്കുന്നത് 100°C ആണ്. എന്നാൽ ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു 110 അല്ലെങ്കിൽ 105°C അത് തിളക്കത്തുള്ളൂ. അതെന്ന് വെച്ചാൽ ഉപ്പ് ഇടുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുക ചെയ്യുന്നത്. മനസ്സിലായത്? അതേപോലെ തന്നെ എന്താണ് അയണിക് കോമ്പൗണ്ട് നോൺ വോൾട്ടൈൽ, ആവിയായി പോകത്തില്ല. അതായത് ഉപ്പ് നിങ്ങൾ ഒരു പാത്രത്തിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ആവിയായി പോകുമോ? ഇല്ല. അലിഞ്ഞു പോകും വെള്ളം ഇട്ട് കഴിഞ്ഞാൽ, പക്ഷെ ആവിയായി പോകത്തില്ല. നോൺ വോൾട്ടൈൽ എന്ന് പറയുമ്പോൾ ആവി ആവത്തില്ലെന്ന് അർത്ഥം. എന്നാൽ മറിച്ച് കോവാലന്റ് കോമ്പൗണ്ട്സ് have usually low melting points and boiling points. That is covalent compounds are usually volatile. മൂന്നാമത്തേത് അയോണിക് കോമ്പൗണ്ട്സ് conduct electricity when dissolved in water or in molten state. എന്നാൽ കോവാലന്റ്, അതായത് സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തില്ല. അതായത് ഉപ്പ് എടുത്തിട്ട്, ഉപ്പ് സോളിഡ് സ്റ്റേറ്റിലാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉപ്പ് ഇരിക്കുന്നത്. അതിനകത്തൂടെ നിങ്ങൾ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറണ്ട് പാസ് ചെയ്യത്തില്ല. നേരെ മറിച്ച് ഉപ്പ് വെള്ളത്തിനകത്തൂടെയും അതേപോലെ ചൂടുപ്പിനകത്തൂടെയും എന്താണ് കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വയറിന്റെ പീസ് കൊണ്ടിട്ട് ചൂടുപ്പിനകത്ത് മുക്കി വെച്ചിട്ട് നിങ്ങൾ ഉപ്പിന്റെ ഇപ്പുറത്തെ അറ്റത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോക്ക് അടിക്കും. ഓക്കെ ആണല്ലോ. അപ്പം എന്നാൽ കോവാലന്റ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ do not conduct electricity. നാലാമത്തേത് ionic compounds are usually soluble in water. അവര് സോലുബിൾ ആണ്, നമുക്കറിയാലോ ഉപ്പൊക്കെ സോലുബിൾ അല്ലേ. അതേപോലെ തന്നെ അല്ലെ, ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇത് കണ്ടേ. അടുത്തത് കോവാലന്റ് കോമ്പൗണ്ട് are usually insoluble in water. എക്സെപ്ഷൻ ഉണ്ട്, പ്രത്യേകം ഓർത്തോണം. എക്സെപ്റ്റ് ഗ്ലൂക്കോസ് ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആണ്, പക്ഷെ അത് സോലുബിൾ ആണ്. ഗ്ലൂക്കോസ്, അതേപോലെ തന്നെ യൂറിയ, അതേപോലെ തന്നെ ഷുഗർ, ഇതൊക്കെ കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്, പക്ഷെ ഇതെല്ലാം വാട്ടർ സോലുബിൾ ആവും. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും, ആ എക്സെപ്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട്. അതേപോലെ തന്നെ അഞ്ചാമത്തെ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അയോണിക് കോമ്പൗണ്ട്സ് are insoluble in organic solvent. Ionic compounds are insoluble in organic solvent. എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ആൽക്കഹോൾ, അതായത് ഇത്തിരി മുകളിലോട്ട് കയറ്റി എഴുതുവാണ്. ഓർഗാനിക് സോൾവെന്റ് ലൈക്ക് ആൽക്കഹോൾ. അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കും ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പറ്റി. അതേപോലെ ഈതർ അസറ്റോൺ എക്സെട്ര, ഇതെല്ലാം അടുത്ത ചാപ്റ്റർ പഠിക്കും കെമിസ്ട്രിയുടെ. അതേപോലെ തന്നെ ഇതിന്റെ എന്ന് പറയുമ്പോൾ കോവാലന്റ് കോമ്പൗണ്ട് are soluble in organic solvent.
ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പാർട്ടിലോട്ടാണ് കയറാൻ പോകുന്നത്. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒത്തിരി കണ്ടന്റ്സ് ഉണ്ട് ഇതിനകത്ത്. നമുക്ക് മാക്സിമം ഇന്ന് തീർക്കാം, ബാക്കി ഒരു ക്ലാസ് എടുത്താലേ തീരുള്ളേ. ഓക്കെ, അപ്പം നോക്കിക്കോളൂ, ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പഠിപ്പിച്ചു പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തായിരിക്കും പഠിപ്പിക്കുന്നത്. മാക്സിമം നോക്കാം. ഇതിനകത്തുനിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന പാർട്ടാണ് കേട്ടോ ഇത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ട് കൂടാണിത്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ എഴുതിക്കോളൂ. ഒക്കറൻസ് ഓഫ് മെറ്റൽ, ഒരു മെറ്റൽ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒക്കറൻസ് 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 ഓഫ് എന്താണ്? മെറ്റൽ. ഒക്കറൻസ് ഓഫ് മെറ്റൽ. അതിൽ ഒന്നാമത്തേത് ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് മെറ്റൽ. രണ്ടാമത്തേത് most of the metal are quiet. Reactive, and hence they do not occur as free elements in nature. Elements in nature. എന്താണ് ഇതും കൂടെ എഴുതിയിട്ട് പറഞ്ഞു തരാം. only a few less reactive metals like copper, gold, silver and platinum are found in free state, found free in nature, found free in nature. ഓക്കെ, അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അപ്പം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്ത് നമ്മളിപ്പോൾ ഒക്കറൻസ് ഈ ആണ്. ഓക്കെ, ഒക്കറൻസ് ഓഫ് മെറ്റലിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മെറ്റൽ എങ്ങനെ ഒക്കർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എർത്ത് ക്രസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. എർത്ത് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ ഉപരിതലമാണ് എർത്ത് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. എർത്തിനെ ശരിക്കും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ക്രസ്റ്റ്, കോറ, മാൻഡിൽ. അപ്പൊ ക്രസ്റ്റിലാണ് നമ്മൾ താമസിക്കുന്നത്, അല്ലെ ചെടിയൊക്കെ നമ്മൾ നടുന്നത്, മരം നട്ടുപിടിപ്പിക്കുന്നത്, അല്ലെ മരം വളർന്നു വരുന്നത്, ഇതെല്ലാം എന്താ? എർത്ത് ക്രസ്റ്റിൽ നിന്നാണ്. അതേപോലെ തന്നെ എന്താണ് മെറ്റലിന്റെ ഏറ്റവും കൂടുതൽ സോഴ്സും കാണപ്പെടുന്നത് എർത്ത് ക്രസ്റ്റിലാണ്. ഇനിയും മോസ്റ്റ് ഓഫ് ദി മെറ്റൽ എല്ലാം റിയാക്റ്റീവ് ആയതുകൊണ്ട് അവരെല്ലാം മറ്റാൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള കമ്പൈൻഡ് ഫോമിലായിരിക്കും കാണപ്പെടുന്നത്. ഫ്രീ സ്റ്റേറ്റിൽ കാണാൻ പറ്റത്തില്ല. ഇനി വളരെ കുറച്ച് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് കോപ്പർ, ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം പോലുള്ള ആൾക്കാരാണ് പ്യുവർലി ആ മെറ്റൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടാൻ പറ്റുക. ചെറിയ ഇമ്പ്യൂരിറ്റീസ് കാണുമെങ്കിലും വേറെ ഒരാളുമായിട്ട് മിക്സ് ആയിട്ടല്ല അതിരിക്കുന്നത്. ഓക്കെ, അവർ പ്യുവർ സ്റ്റേറ്റിൽ കാണപ്പെടും. എന്നാൽ അവർ കമ്പൈൻ ചെയ്തും കാണപ്പെടും ചില കേസസിൽ. എന്നാൽ മോസ്റ്റ്ലി അവർ ഫ്രീ സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. നേരെ ഇപ്പൊ സോഡിയം ഒന്നും കമ്പൈൻഡ് സ്റ്റേറ്റിൽ എന്താണ് ഫ്രീ സ്റ്റേറ്റിൽ കാണാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോഡിയം ഓക്സിജനുമായിട്ടും വെള്ളമായിട്ടും ഒക്കെ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. അപ്പൊ പിന്നെ വേറെ മറ്റ് എലമെന്റുമായിട്ടും ഒക്കെ ചേർന്നൊരവസ്ഥയിലായിരിക്കും അതൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അതെന്താന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ട് നോട്ട് എന്ന് എഴുതുക. നോട്ട് എന്ന് എഴുതിയിട്ട് ഒരു കാര്യം എഴുതുക. കോപ്പർ ആൻഡ് സിൽവർ മെറ്റൽ occur in free state as well as in combined state. അന്ന് ഓർത്ത് വെച്ചേക്കണം. ഫ്രീ സ്റ്റേറ്റിലും കമ്പൈൻഡ് സ്റ്റേറ്റിലും കാണപ്പെടും. അടുത്ത ഹെഡിങ് എഴുതേണ്ടത് മിനറൽസ് ആൻഡ് ഓർസ് ആണ്. അതിനകത്ത് നമുക്ക് പറയാനുള്ളത് ദ നാച്ചുറൽ മെറ്റീരിയൽ in which the
metal or their compounds are found in earth are called minerals. അതായത് ഇപ്പം എന്താണ് ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതായത് അതിന്റെ എഴുതല്ലേ Al2O3.NH2 ജനറൽ ഫോർമുലയാണ് എഴുതുന്നത്. ഇത് ബോക്സൈറ്റ് ആണ്. ഇതിനകത്ത് നോക്കിയാൽ അലൂമിനിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, വാട്ടർ ഇതെല്ലാം ഉണ്ട്. വാട്ടർ ക്രിസ്റ്റൽ ഫോമിലാണ്, അതായത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഫോമിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ അലൂമിനിയത്തിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഇതിന്റെ ഈ ഒരു മിനറലിൽ നിന്നാണ്. എന്നാൽ അലൂമിനിയം വേറെ ഒത്തിരി മിനറൽസിലുണ്ട്. അതായത് ക്ലേയിലുണ്ട്, ക്ലേ മിനറൽ ആണ്. അപ്പൊ ക്ലേയിലുണ്ട്, അതേപോലെ തന്നെ എന്താണ് ക്രയോലൈറ്റിലുണ്ട്, അതേപോലെ തന്നെ ഈ ബോക്സൈറ്റിലുണ്ട്. അപ്പം ഇതെല്ലാം മിനറലാണ്. അതായത് നാച്ചുറലി ഒക്കോർ ചെയ്യുന്ന ആ മെറ്റൽ, ഡയറക്റ്റ് ആയിട്ട് ആ മെറ്റൽ ഉള്ളതോ അല്ലെങ്കിൽ അതിന്റെ കോമ്പൗണ്ട് ഫോം, ഇതിപ്പോ അതിന്റെ കോമ്പൗണ്ട് ഫോം, അലൂമിനിയത്തിന്റെ കോമ്പൗണ്ട് ഫോമാണ്. അപ്പൊ അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള എന്താണ് മെറ്റീരിയലിൽ നിന്ന് നമുക്ക് ഈ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിനറൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഓർ എന്താണ്, അപ്പം മിനറൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞപ്പോൾ അലൂമിനിയം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ക്ലേയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം, ക്രയോലൈറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം, അതേപോലെ തന്നെ ബോക്സൈറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഇതിൽ ഓർ എന്താണെന്ന് അറിയാമോ? ഓർ ബോക്സൈറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് മൂന്നും ഓറല്ലേ? അല്ല, ഓറിന് ഒരു ക്രൈറ്റീരിയ വേണം. അതായത് ഏറ്റവും പൈസ കുറച്ച് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ള എന്താണ് കൺവീനിയന്റ് ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്, ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഏത് മിനറലിൽ നിന്നാണോ ആ മിനറലിനെയാണ് നമ്മൾ ഓറായിട്ട് സെലക്ട് ചെയ്യുക. ഓർ അതായത് ഓർസ് എല്ലാം മിനറൽസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു എന്താണ് മെറ്റലിന്റെ ഓറായിട്ട് എടുക്കുന്നത് ഏതെങ്കിലും ഒരു മിനറലിനെ ആയിരിക്കും. കാരണം പല മിനറലിനകത്ത് അതിന്റെ കണ്ടന്റ് കാണും. പക്ഷെ നമ്മൾ അതിനകത്ത് പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത് എന്താ, ഇപ്പം ക്ലേയിൽ നിന്ന് അലൂമിനിയത്തിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിലും പ്രോഫിറ്റബിൾ ആയിട്ട് ബോക്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ അതുമല്ല കൂടുതൽ കണ്ടന്റും ഈ ക്ലേനെക്കാട്ടിലും അലൂമിനിയം ഇതിനകത്തുണ്ട്, ബോക്സൈറ്റിനകത്തുണ്ട്. അതേപോലെ തന്നെ എന്താണ് കൺവീനിയന്റ്, ഒത്തിരി സുലഭമാണ്. ക്ലേനെക്കാട്ടിലും കുറച്ചുകൂടെ സുലഭമാണ് നമുക്ക് ബോക്സൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓറിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഓർ ഒരു മിനറൽ തന്നെയാണ് കേട്ടോ. അപ്പം നോട്ടൊന്ന് എഴുതുന്നു മേളോട്ട് നോക്കാവോ? നോട്ട് ഓക്കെ, ബാക്കിയുള്ള എല്ലാം എഴുതിയോ? എഴുതി. ഓക്കെ, ഇനിയും അടുത്ത ഡോട്ട് ഇട്ട് എഴുതേണ്ടത് those minerals from which the metal can be extracted conveniently and profitably are called ores. വേണ്ട. ഓക്കെ, ഇനി നമ്മൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിലേക്ക് കയറുകയാണ്. അപ്പൊ ഹെഡിങ് എഴുതുക എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. നമ്മൾ നേരത്തെ റിയാക്ടിവിറ്റി സീരീസ് എഴുതിയത് ഒന്നുകൂടെ ജസ്റ്റ് എഴുതുക. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം. ഓക്കെ, ഇവര് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ഇലക്ട്രോലിസിസ് വഴിയായിരിക്കും. ഇലക്ട്രോലിസിസ് വഴിയായിരിക്കും എടുക്കുന്നത്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് സിങ്ക്, അയണ്, ലെഡ്, കോപ്പർ, അത് കഴിഞ്ഞിട്ട് അങ്ങനെയല്ലേ വരുന്നത്. അത്ര ആൾക്കാരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് റിഡക്ഷൻ യൂസിങ്
കാർബൺ വെച്ചിട്ടായിരിക്കും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആരുണ്ട്? ഗോൾഡും ഉണ്ട്, അതേപോലെ ഹൈഡ്രജൻ വേണ്ടല്ലോ, ഗോൾഡും ഉണ്ട്, സിൽവറും ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനകത്ത് പ്ലാറ്റിനം തന്നിട്ടില്ല, ഞാനത് +2 ഇത് വെച്ചിട്ട് അന്ന് തന്നതിനകത്ത് തന്നതാണ്. ഫൗണ്ട് ഇൻ നേറ്റീവ് സ്റ്റേറ്റ്, ഫ്രീ സ്റ്റേറ്റ് എന്നിട്ടാൽ അവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വലിയ പ്രോസസ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. നമുക്കറിയാം, നമ്മൾ KGF ഒക്കെ കണ്ടാ നിങ്ങൾ സിനിമ, അപ്പോൾ അതിനകത്ത് കണ്ടില്ലേ, ഭൂമിക്കടിയിൽ പോയിട്ട് പാറ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഗോൾഡ് വരുന്നുണ്ട്. അപ്പം അത് ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഒരു അപ്പച്ചനെ കൊണ്ട് ഒരു ഗുഹയ്ക്കകത്തോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് അത് പൊട്ടിക്കുന്ന സമയത്ത് ഗോൾഡ് പൊട്ടി പുറത്തോട്ട് വീഴുന്നത്. അതിനകത്ത് സീൻ ചെയ്ത് നമുക്ക് അതിന്റെ ഓരോ സീൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, പല ഇതിലും ഗോൾഡ് പൊട്ടിത്തെറിച്ച് ഗോൾഡായിട്ട് കിട്ടുന്നതായിട്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ഫ്രീ സ്റ്റേറ്റിലാണ്, വേറെ ആൾക്കാരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എക്സ്ട്രാക്ടിങ് വലിയ പണിയില്ല, പെട്ടെന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. ഓക്കെ ആണല്ലോ. ഇത് ഒരു പാട്ട് പോലെ പഠിക്കണം കേട്ടോ. അതായത് ഇത് റിയാക്ടിവിറ്റി സീരീസ് പോസോ കാമ അൽസി ഇർനി ടീലെ ഹൈക്കോ മേഴ്സി പ്ലാഗോ. അതായത് നോക്കിക്കോളൂ, ഞാൻ അതിന്റെ സിമ്പിൾ വെച്ചിട്ടല്ല പറയുന്നത്, ജസ്റ്റ് അതിന്റെ വേർഡിന്റെ 2 ലെറ്റർ വെച്ചിട്ട് പോ സോ കാ മ അൽ സി ഇർ നി ടി ലെ ഹൈ കോ മേൾ സി പ്ലാ ഗോ. ഓക്കെ, നോക്കിയോ. അപ്പം ഇതെന്താ? പോസോ കാമ അൽസി ഇർനി ടീലെ ഹൈക്കോ മേഴ്സി പ്ലാഗോ. അതായത് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. കണ്ടോ? പോസോ കാമ അൽസി ഇർനി ടീലെ ഹൈക്കോ മേഴ്സി പ്ലാഗോ. അപ്പം ഇത് ഞാൻ 10ലും +2ലും ഒക്കെ പഠിച്ച സമയത്ത് ഞാൻ പഠിച്ച ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പഠിച്ചു. നിങ്ങൾക്ക് എങ്ങനെ വേണം പഠിക്കാം. ഓക്കെ, അപ്പം ഇനി ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതാനായിട്ട് പോവാണ്. നോക്കിക്കോളൂ. ഓക്കെ, അടുത്തത് ഒരു ഡോട്ട് ഇടുക. ഡോട്ട് എഴുതേണ്ടത് the metals at the top of activity series are so reactive that they are never found in nature as free elements. അടുത്തത് these metals in the middle of activity these metal the metal in the middle ഓൾറെഡി നമ്മൾ തന്നിട്ടുണ്ട്. the metal in the middle of activity series. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ, ആക്ടിവിറ്റി സീരീസിനകത്ത് മൊത്തം ആൾക്കാർ ഇവിടെ തന്നിട്ടില്ലല്ലോ. അതായത് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, അൽ സി ഇർ നീ കേട്ടോ, നിക്കൽ തന്നിട്ടില്ല, ടിൻ തന്നിട്ടില്ല, പിന്നെ ലെഡും കോപ്പറും, പിന്നെ അതിനിടയ്ക്ക് വരുന്ന ഹൈഡ്രജൻ തന്നിട്ടില്ല. അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആളിനെ മാത്രം വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദി മെറ്റൽ ഇൻ ദ മിഡിൽ ഓഫ് ആക്ടിവിറ്റി സീരീസ് are moderatively reactive and are found in earth crust mainly as oxides, sulfides or carbonates. അപ്പം ഈ മിഡിൽ ഓഫ് ദി ആക്ടിവിറ്റി സീരീസ് എല്ലാം റിയാക്റ്റീവ് ആണ്. അവര് എപ്പോഴും ഓക്സൈഡ് ഫോമിലോ അല്ലെങ്കിൽ സൾഫൈഡ് ഫോമിലോ അല്ലെങ്കിൽ കാർബണേറ്റ് ഫോമിലോ ആയിരിക്കും ഇരിക്കുന്നത്. പ്യുവർ സ്റ്റേറ്റിലല്ല, റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവരുടെ മിനറൽ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ.
നേരത്തെ ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ അലൂമിനിയം ഓക്സൈഡ് ഫോമിലായിരിക്കുന്നത്, Al2O3 ഫോമിലായിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം അടുത്തത് നോട്ട് എന്ന് എഴുതുക. നോട്ട് എന്ന് എഴുതിയിട്ട് എഴുതേണ്ടത് ores of many metal are oxides. Generally എല്ലാവരും ഓക്സൈഡ് ഫോമിലാണ്. This is because oxygen is a very reactive element and is very abundant on earth. എല്ലാ മിനറൽസും മോസ്റ്റ്ലി മിനറൽസ് എല്ലാം ഓക്സൈഡ് ഫോമിലാണ് കാണപ്പെടുന്നത്. കാരണം എന്താ? ഓക്സിജൻ ഏറ്റവും കൂടുതൽ അബൻഡന്റ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അപ്പൊ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് ഓക്സൈഡ് ഫോമിലായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെറ്റലുകളെല്ലാം 3 പാർട്ടായിട്ട് തിരിക്കുക. അതായത് ലോ റിയാക്ടിവിറ്റി ആയിട്ടുള്ള മെറ്റല്, മീഡിയം റിയാക്ടിവിറ്റി ഉള്ള മെറ്റല്, ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റല്. നമ്മൾ ഓൾറെഡി 3ആയിട്ട് അങ്ങനെ തിരിച്ചാണ് മുകളിൽ തന്നിരിക്കുന്നത്. അതായത് പൊട്ടാസ്യം തൊട്ട് അലൂമിനിയം വരെ ഹൈ റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാരാണ്. അവരെ ഇലക്ട്രോളിസിസ് വഴിയാണ് അവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ എഴുതി. പിന്നെ സിങ്ക് തൊട്ട് കോപ്പർ വരെയുള്ള ആൾക്കാരാണ് മോഡറേറ്റ്ലി റിയാക്റ്റീവും. പിന്നെ അതേപോലെ തന്നെ ലോ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ സിൽവറും ഗോൾഡും അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ലോ റിയാക്റ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ തിരിക്കാൻ പോവാണ്. അപ്പം അടുത്ത ഇത് എഴുതേണ്ടത് ഓൺ ദ ബേസിസ് ഓഫ് reactivity of metals അല്ല, on the basis of reactivity കോമ ഇട്ടിട്ട് ഓഫ് വേണ്ട, metals can be grouped into 3 categories. അതിൽ ഒന്ന് എന്ന് പറയുന്നത് മെറ്റൽ ഓഫ് ലോ റിയാക്ടിവിറ്റി. അടുത്തത് മെറ്റൽ ഓഫ് മീഡിയം റിയാക്ടിവിറ്റി. അടുത്തത് മെറ്റൽ ഓഫ് ഹൈ റിയാക്ടിവിറ്റി. ഇനി ഈ ഓരോ എന്താണ് റിയാക്ടിവിറ്റി ഉള്ള എലമെന്റുകളെയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മെറ്റലുകളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഓരോ ടെക്നിക്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ജനറലി ഇവരെല്ലാം, അതായത് ഒരു മിനറലിൽ നിന്ന് അതിന്റെ മെറ്റലിനെ സെപ്പറേറ്റ് എടുക്കുന്ന മൊത്തം പ്രോസസ്സിനെയും നമ്മൾ മെറ്റലർജി എന്നാണ് പറയുന്നത്. ആ മെറ്റലർജിക്ക് 3 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, ഒന്ന് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻടു മെറ്റൽ, മൂന്നാമത്തേത് റിഫൈനിങ് ഓഫ് ഇംപ്യൂർ മെറ്റൽ. ഇങ്ങനെയുള്ള 3 പ്രോസസ്സാണ് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടെ നോട്ട്സ് എഴുതാം, നോക്കിക്കോളൂ. ഡിഫറൻറ്റ് ഒരു ആരോ ഇട്ട് എഴുതാം. ഡിഫറൻറ്റ് ടെക്നിക്സ് are used to obtain metals falling in each category. Different techniques are involved to obtain metals from each category. അടുത്ത ഒരു ഇതിട്ടിട്ട് to obtain a metal from its ore we call it as extraction of metal. extraction of ore എന്ന് എഴുതാം. extraction of ore.
ഫ്രം ഇറ്റ്സ് ഓർ അല്ലേ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ തന്നെ എഴുതിക്കും കേട്ടോ, ഓർ തെറ്റ, ഓറിൽ നിന്ന് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ തന്നെയാണ്. എഴുതേണ്ടത് വേരിയസ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ of metal extraction of metals from their ores and refining are known as metallurgy. Various processes involved in the extraction of metal from their ore and refining are known as metallurgy. ഒരു കാര്യം കൂടെ എഴുതി ഞാൻ, ഈ ഇതിന്റെ എക്സ്ട്രാക്ഷൻ നമുക്ക് ഇന്ന് പഠിപ്പിക്കാൻ സമയമില്ല, അതൊരു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം പഠിപ്പിക്കണേ, അപ്പോൾ ഇന്ന് പഠിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് എക്സ്ട്രാക്ഷൻ പഠിപ്പിക്കാൻ അതിന്റെ സ്റ്റെപ്പുകളൊന്നും പഠിപ്പിക്കുന്നില്ല. ഒരു സാധനം കൂടെ എഴുതിയിട്ട് ശ്രേയ ലെഫ്റ്റ് ആവല്ലേ, ഇത് കഴിഞ്ഞിട്ട് ഒരു നോട്ട് എഴുതി കഴിഞ്ഞിട്ട് ഇതും കൂടെ എഴുതിയെടുത്തു മെറ്റലർജി. ഇനി അടുത്തതൊരു പോയിന്റ് ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. 3 steps involved in metallurgy are ഒന്ന് concentration of ore, രണ്ട് conversion of concentrated ore into metal, മൂന്ന് refining of impure metal.